കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ സബ് സെന്റർ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. കൃഷിയിൽ ആധുനികതയും സാങ്കേതിക വിദ്യകളെയും യന്ത്രങ്ങളെയും ഉപയോഗപ്പെടുത്തി കൃഷി കൂടുതൽ സ്മാർട്ടാക്കണമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. കഞ്ഞിക്കുഴിയിൽ അനുവദിച്ച കൃഷിഭവൻ സബ് സെന്റർ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൃഷി ഉദ്യോഗസ്ഥരുടെ സേവനം സ്മാർട്ടാകുമ്പോൾ കൃഷിഭവൻ സ്മാർട്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. വിഷരഹിതമായ ഭക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി മാറണം. ഓരോ വീടിന്റെയും മുദ്രാവാക്യം വിഷരഹിതമായ ഭക്ഷണമായിരിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ സ്വാഗതവും കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ മായ ഗോപാലകൃഷ്ണൻ പദ്ധതി വിശദീകരണവും നടത്തി. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജി അനിൽകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ കമലമ്മ, ജ്യോതിമോൾ എസ്, ചേർത്തല കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷൈജ കെ എസ്, കർഷകൻ ജി ഉദയപ്പൻ, കൃഷി ഓഫീസർ റോസ്മി ജോർജ്, രവി പാലത്തുങ്കൽ, ആസൂത്രണ സമിതി അംഗങ്ങളായ എം ഡി സുധാകരൻ, ആർ രവിപാലൻ, കെ എൻ കാർത്തികേയൻ, എം ഡി അനിൽകുമാർ, ഗോപാലകൃഷ്ണപിള്ള, കെ സി വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. കരപ്പുറത്തിൻ്റെ മണ്ണിൽ ഏതാണ്ട് സാഹസികമായി അത്യധ്വാനം ചെയ്ത് മണ്ണിൽ കനകം വിളയിക്കുന്നു എന്ന് പറഞ്ഞാൽ മണ്ണിൽ ഭാവിയെ രൂപപ്പെടുത്തുന്നവരാണ് ഈ നാട്ടിലെ കർഷകർ. അവിടെ ഇനിയൊരു പുതിയൊരു അവതരണത്തിൻ്റെ കാര്യമില്ല. ഞാൻ തന്നെയും നേരത്തെ പല സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ആവർത്തനത്തിലേക്ക് ഞാൻ മുതിരുന്നില്ല. ഓണത്തിൻ്റെ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. മലയാളി ഓണത്തിൻ്റെ ആഘോഷങ്ങളിലേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ അതിൽ കണക്ക് കൂട്ടുന്ന ഘടകം ഭക്ഷണമാണ്. ഒരുപാട് ഇനങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഓണക്കളികളും ഓണക്കോടിയും ഒപ്പം നമ്മൾ പറയുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തിൽ പറയുന്ന ഒന്ന് ഓണസദ്യയാണ്. ഓണം ഉണ്ണുന്നതിനെ കുറിച്ചാണ് എല്ലാവരും പറയുക. ഉണ്ണുക എന്നത് ഭക്ഷണത്തിൻ്റെ കഴിക്കുക എന്നുള്ളതിൻ്റെ മറ്റൊരു കാര്യം തന്നെയാണ്. നമ്മൾ അധ്വാനിച്ച് നമ്മുടെ മണ്ണിൽ നമ്മുടെ നാട്ടിൽ വിളയിച്ചെടുത്ത് നമ്മൾ പാചകം ചെയ്ത് നമ്മൾ ഭക്ഷിച്ചപ്പോഴായിരുന്നു അതിന് ഒരു വലിയ മേന്മയും മെച്ചവും സംതൃപ്തിയും നൽകിയിരുന്നത്. ഇന്ന് ആരെല്ലാമോ എവിടെയെല്ലാമോ എങ്ങനെയെല്ലാമോ ഒക്കെയോ ഉൽപ്പാദിപ്പിക്കുന്നവ നമ്മൾ വാങ്ങിച്ചോ അല്ലെങ്കിൽ പാചകം ചെയ്തത് വാങ്ങിച്ച് പാചകം ചെയ്യുകയോ പാചകം ചെയ്തത് വാങ്ങിച്ചോ കഴിച്ച് സംതൃപ്തി അടയുന്നതിലേക്ക് നമ്മൾ എത്തി.